ചെയ്യുന്നത് ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ലൊരു വെറൈറ്റി ഫിഷ് റെസിപ്പിയാണ്. ഒരു ഗ്രീൻ ഫിഷ് ഫ്രൈ ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും കമന്റ്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 5 കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ട് ഈ റെസിപ്പി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 8 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പില അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറുനാരങ്ങന്റെ നീര്, പിന്നെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം ഗ്രീൻ മസാല റെഡിയാക്കാം. കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളി, ജീരകം, ഇതൊക്കെ നമുക്ക് ഈ ചെറുനാരങ്ങന്റെ നീരിലൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഗ്രീൻ കളറാണ് നമ്മുടെ മസാല. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മല്ലിയിലും കറിവേപ്പിലൊക്കെ കൂടുതലായിട്ട് തന്നെ ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ ഇത് അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടല്ലേ. എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ മീനിന്റെ കഷ്ണങ്ങളിലും മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോ ഈ കളർ ഉണ്ടാവില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ആണത്. നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കുക മസാല തേച്ചിട്ട്. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഓയിലാണ് ചെയ്യുന്നത്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ മീനിന്റെ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കളറില്ലെങ്കിലും നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളക്, എരിവുള്ള പച്ചമുളക് തന്നെ നിങ്ങൾ എടുത്താൽ മതി. നല്ല സ്പൈസി ആയിട്ട് ആവശ്യമുള്ളവർക്ക് നല്ലോണം പച്ചമുളക് ഇട്ടിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ കാന്താരി മുളക് വെച്ചിട്ട് അരച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള മസാല ആ ഫിഷിന്റെ മേലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കത്. നമ്മുടെ മീനിന്റെ കഷ്ണങ്ങളൊക്കെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാതെ. നമ്മള് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിന്റെ കളർ ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇത് ഫ്രൈ ചെയ്യുമ്പോഴും.
അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് രണ്ട് ഭാഗമായിട്ടൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ ഗ്രീൻ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.